ഏർവാടിയിലേക്ക് എങ്ങനെ നമ്മുടെ കോഴിക്കോട്ട് നിന്ന് നേരിട്ട് വരാൻ പറ്റുന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ ഈ വീഡിയോയുടെ അവസാനം മുഴുവനായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഏർവാടിയിലേക്ക് നമ്മൾ കോഴിക്കോട്ട് നിന്ന് എങ്ങനെ വരാൻ പറ്റുന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. കോഴിക്കോട് നിന്നും ബസ് വഴി, അതായത് ബസ്സിലൂടെ എങ്ങനെ നമുക്ക് ഏർവാടി എത്താമെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ, അതായത് ചെറിയ എമൗണ്ടിന് വലിയ ചിലവില്ലാണ്ട് രീതിയിൽ എങ്ങനെ നമുക്ക് ഏർവാടിയിൽ എത്താമെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഏർവാടി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കോഴിക്കോട് KSRTC ഡിപ്പോന് മുന്നിൽ വന്നത്. ഈ KSRTC ഡിപ്പോൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഏർവാടിയിലേക്ക് പോകാനുള്ള ആദ്യത്തെ മധുരയ്ക്കുള്ള ബസ്സുള്ളത്. ഇവിടെ നിന്ന് മധുരയിലേക്ക് പോയിട്ട് മധുരയിൽ നിന്നും രാമനാഥപുരത്ത് നിന്ന് എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ഏർവാടിയിലേക്ക്, അങ്ങനെ 3 വണ്ടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ മുന്നിലാണ് ഓപ്പോസിറ്റുള്ളത്. നേരെ ഇനി KSRTC സ്റ്റാൻഡിലേക്ക് പോകണം. അവിടുന്ന് നമ്മൾ ബസ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, ബസ്സിൽ കയറി മധുരയിലേക്ക് പോകണം. നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ കോഴിക്കോട് KSRTC ഡിപ്പോ വരുന്നത്. നേരെ ഉള്ളിലേക്ക് നമ്മൾ കയറി. ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. എപ്പോഴും ഏത് സമയത്തും തിരക്കുള്ളൊരു KSRTC ഡിപ്പോ ഉണ്ട് കോഴിക്കോട്. ഏത് സമയത്തും ഇവിടെ തിരക്കുണ്ടാവില്ല. കണ്ടോ, ഒരുപാട് ബസ്സുകൾ ട്രാക്കിൽ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ട്രാക്കിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഞാൻ ബുക്ക് ചെയ്ത ബസ് തമിഴ്നാട് RTCൻ്റെ ബസ്സാണ്. അപ്പോൾ തമിഴ്നാട് RTCൻ്റെ ബസ് സാധാരണ ട്രാക്കിൽ ഇടുന്നത് ഞാൻ കണ്ടില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കണം, ട്രാക്കിൽ ഉണ്ടാവാറില്ല. ഇത് നമ്മൾ KSRTCൻ്റെ റിസർവേഷൻ കൗണ്ടർ കേട്ടോ. നമ്മുടെ കേരള RTCൻ്റെ റിസർവേഷൻ കൗണ്ടറാണ് കാണുന്നത്. ഇപ്പം കേരള RTCൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് അവൈലബിൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതേ കണ്ടക്ടർ ബുക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് ദീർഘദൂര ബസ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. റിസർവേഷനുള്ള ബസ്സുകൾക്കൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ കർണാടക RTCൻ്റെ ബുക്കിംഗ് കൗണ്ടർ, റിസർവേഷൻ കൗണ്ടർ കേട്ടോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കേരളത്തിൻ്റെ ബസ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ കർണാടക RTCൻ്റെ ബസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. റിസർവേഷൻ കൗണ്ടറാണ് അവർ. KSRTCയുടെ തപാൽ, അപ്പോൾ അവർ എന്ത് ചെയ്ത് കാർഗോക്ക് പുറമെ തപാലും കൂടി അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് KSRTCൻ്റെ തപാൽ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ മറ്റേ പോസ്റ്റൽ തപാലിന് പുറമെ തന്നെ KSRTC തപാൽ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് KSRTC ഡിപ്പോൾ ഇപ്പം പുതിയ തുടങ്ങിയ പരിപാടിയായിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ തുടങ്ങിയാണ്. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണില്ലേ, നമ്മൾ AC വെയിറ്റിംഗ് ഏരിയ 20 രൂപ മണിക്കൂറിനൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ വെയിറ്റിംഗ് ഏരിയ എന്ത് ചെയ്യണം ഇപ്പോൾ കോഴിക്കോട് KSRTC ഡിപ്പോഴും തുടങ്ങിയത്. ഇത് ആളുകൾക്ക് ഒരുപാട് ഉപകാരം കേട്ടോ. കാരണം ലോങ് നിന്ന് വരുന്ന ഇൻ്റർ കണക്റ്റഡ് ബസ്സിനൊക്കെ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ പറ്റും. വെറുതെ നമ്മൾ പുറത്തിരുന്നാണ്ട് ചൂടും പുകയും കൊള്ളേണ്ട ആവശ്യമില്ല. ഇവിടെ ആകുമ്പോൾ ഉള്ളിൽ നല്ല സേഫായിട്ട് ആ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നാണ്ട് നമുക്ക് എന്ത് ചെയ്യും, വിശ്രമിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. KSRTC സ്റ്റാൻഡിൽ നമുക്ക് സാധാരണ നമ്മളെ ബസ്സൊക്കെ സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് ഞാൻ ബുക്ക് ചെയ്ത് തമിഴ്നാടിൻ്റെ ബസ്സാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലത് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യില്ല. സ്റ്റാൻഡിൽ നേരെ കയറി ഇറങ്ങി പോവാണ് ചെയ്യാം. അപ്പം നമ്മളെ ബസ് 1/2 മണിക്കൂർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് അവർ നേരത്തെ പുറപ്പെടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറാണ്. നേരെ ബസ്സിനുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് കേട്ടോ നമ്മൾ പോകാനുള്ള സൂപ്പർ ഡീലക്സ് എയർ ബസ്. ഏതാ ബസ്, ഇവിടെ ഇത്ര ബസ് സ്റ്റാർട്ടാവണില്ലല്ലോ. സ്റ്റാർട്ടായിന്. അപ്പോൾ ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മധുരയിലേക്ക് പോകാനുള്ളത് കേട്ടോ. 8 മണിക്കൂർ ഓടാനുള്ള ബസ്സാണിത്. ഇതിൽ നമ്മൾ നേരെ ഇവിടെ ബസ് എടുക്കാനായിട്ടുണ്ട്. 8 മണിക്ക് പറഞ്ഞ ബസ് ഏകദേശം 15 മിനിറ്റ് മുമ്പ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എത്ര നേരത്തെ എടുക്കുന്നത് ചോദിച്ച പോലെ പറഞ്ഞ് മഴ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ്, കൃത്യസമയത്ത് എത്താൻ കഴിയില്ല. അപ്പം ബുക്കിങ്ങിൻ്റെ ആളുകളെല്ലാവരും എത്തിയതുകൊണ്ട് നമ്മൾ ബസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 7:45 ബസ് എടുക്കുന്നുണ്ട്. സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ച് സമയമെടുത്ത്. സാധാരണ കേരളത്തിൻ്റെ ബസ്സൊക്കെ അടിപൊളിയാണ്. KSRTCൻ്റെ ബസ്സൊക്കെ ഷിഫ്റ്റ് ബസ്സാണ് ഇപ്പോൾ മധുരയിലേക്ക് ഓടുന്നത്. പക്ഷേ ഒരു ബസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോഴിക്കോട് നിന്ന് മധുരയിലേക്ക് സർവീസ് ഉള്ളൂ. അത് ഇനി എല്ലാ ദിവസവും ആ ബസ് ഫുള്ളാണ്. ഈ സമയത്ത് ഇപ്പം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 2 ബസ്, അതായത് ആദ്യം തമിഴ്നാടിൻ്റെ ഒരു ബസ് മാത്രമേ മധുരയിലേക്ക് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 2 ബസ് എന്ത് ചെയ്യുന്നു, മധുരയിലേക്ക് സർവീസ് ഉണ്ട്. 2 ബസ്സും എല്ലാ ദിവസവും 2 ബസ് സർവീസ് ഉണ്ട് മധുരയിലേക്ക്. എപ്പോഴും ഏകദേശം ഫുള്ളാണ് ആവാറുള്ളത്. അപ്പം നമുക്കിപ്പോൾ നിലവിൽ ഇന്ന് എനിക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ പെട്ടെന്നുണ്ടായ യാത്ര ആയതുകൊണ്ട് ഇന്ന് ടിക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ തമിഴ്നാട് ബസ്സിൽ മാത്രമേ സീറ്റ് അവൈലബിൾ ഉള്ളൂ. കാരണം കേരള RTCൻ്റെ ആ ഒരു ബസ് സീറ്റ് ഫുള്ളായിട്ടുണ്ട്. ഈവനിങ് നോക്കിയപ്പോൾ 4 സീറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ആ 4 സീറ്റും ഫില്ലായിട്ടുണ്ട്. പിന്നെ ഒരു ലേഡീസ് സീറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, തമിഴ്നാടിൻ്റെ ബസ്സിൽ TNTCൻ്റെ ബസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം ഒരു 15ഓളം സീറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ആ TNTCൻ്റെ സൈറ്റിൽ കയറി അവരുടെ സീറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം
50 രൂപയാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് മധുരയിലേക്ക് ടിക്കറ്റ് ഫെയർ വരുന്നത്. അങ്ങനെ നേരം എന്ത് ചെയ്തു ടിക്കറ്റ് TNTCൻ്റെ സൈറ്റിൽ കയറി ഈ കോഴിക്കോട് ടു മധുര ലൊക്കേഷൻ അടിച്ചിട്ട് എന്ത് ചെയ്തു നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ നേരെ ഇനിയിപ്പോൾ അവർ നേരെ ഇവിടുന്ന് പോകാൻ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി നേരെ കൊണ്ടോട്ടി മലപ്പുറം. അങ്ങനെ നമ്മളെ ബസ് KSRTC ഡിപ്പോന്ന് എടുത്ത് നേരെ പുറപ്പെടുകയാണ്. അതായത് സാധാരണ പോകുന്നതിനായിട്ട് അരമണിക്കൂർ നേരത്തെ, അരമണിക്കൂറിൽ 15 മിനിറ്റ് നേരത്തെ എടുത്തിട്ട് നമ്മൾ ബസ് ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പുകളുണ്ട്, കൊണ്ടോട്ടി, അതുപോലെ തന്നെ മലപ്പുറം, പെരിന്തൽമണ്ണ, പാലക്കാട് ഒക്കെ സ്റ്റോപ്പുകളുണ്ട്. ആ സ്റ്റോപ്പുകളിൽ നിന്നൊക്കെ ആളുകളെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ മധുരയിലേക്ക് പോകുക. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ ആളുകളില്ല എന്നാണ് അവർ പറയണത്. അള്ളാഹു ആലും അറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വലിയ റിസർവേഷൻ ഇല്ലാത്ത ആളുകൾ ഇതിൽ കയറ്റുന്നുണ്ട്. അതായത് സീറ്റ് ബാലൻസ് ഉള്ളതുകൊണ്ട് വഴിയിൽ നിന്നൊക്കെ ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, കയറ്റുന്നുണ്ട്. കയറ്റിയിട്ട് നേരെ എന്ത് ചെയ്യണം, നമ്മൾ പോവുകയാണ്. അപ്പം കോഴിക്കോടിനോട് ഇവിടെ പറഞ്ഞ് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ മധുരയെ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. അപ്പം ഏർവാടിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ 3 സ്ഥലം, നേരത്തെ പറഞ്ഞ പോലെ 3 സ്ഥലം കവർ ചെയ്തിട്ടാണ് പോണത്. മധുര, രാമനാഥപുരം, ഏർവാടി. ഈ 3 സ്ഥലത്തും കണക്റ്റഡ് ആണ് അതായത് ആദ്യം ബസ്, ദെൻ ട്രെയിന്, പിന്നെയും ബസ്, ദെൻ ഡെസ്റ്റിനേഷൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് കേട്ടോ. കോഴിക്കോടിൻ്റെ മനോഹരമായ സ്ഥലം നോക്കിയാണ്, എന്ത് രസമാണ് കോഴിക്കോട് കാണാനല്ലേ. നമ്മളീ കാണുന്നതാണ് മക്കളെ ബസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ബസ്സിൻ്റെ ഉള്ളിൽ, തമിഴ്നാട് ബസ്സിൻ്റെ ഉള്ളിലാണിത്. കുഴപ്പമൊന്നുമില്ല, സീറ്റൊക്കെ വർക്കിംഗ് ആണ്, സീറ്റൊന്നും സ്റ്റക്കായി കിടക്കണമെന്നില്ല, ചെറിയൊരു വൃത്തി കുറവുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കോഴിക്കോട് ടൗൺ ഇങ്ങനെ കടന്നു പോവാണ്. ഈ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ബസ്സിലെല്ലാവരും കിടക്കും. മാത്രമല്ല ആളുകൾ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. അപ്പം നമുക്ക് പുറത്തുള്ള വീഡിയോസും പിന്നെ അത് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ. അപ്പം ഈ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് മാക്സിമം വീഡിയോ എടുക്കാമെന്ന് തന്നെ ഉള്ളൂ. മലപ്പുറം കഴിഞ്ഞിട്ടോ, മലപ്പുറം കഴിഞ്ഞ് നേരെ പാലക്കാട്, മധുര. ഏകദേശം ആളുകളായിട്ടുണ്ട്. മാത്രമല്ല നല്ല സർവീസായിട്ട് അവർ കൃത്യസമയം, അതായത് 8 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടേണ്ട ബസ് 7:45 തന്നെ പുറപ്പെട്ടു. 15 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാ സ്ഥലത്തും, കൊണ്ടോട്ടിയും 15 മിനിറ്റ് മുമ്പെത്തി, മലപ്പുറം 15 മിനിറ്റ് മുമ്പെത്തി. ഇനി നേരെ എന്ത് ചെയ്യണം, അവർ ഇനി പാലക്കാട് കുറച്ച് പേര് മാത്രമേ കയറാനുള്ളൂ. റിസർവേഷൻ ആയതുകൊണ്ട് ഏകദേശം ഫില്ലാണ്. ഇനി പാലക്കാട് നിന്ന് ആൾ കയറി നേരെ അവരെന്ത് ചെയ്യും, മധുരയിലേക്കാണ് പോണത്. അതിനിടയിൽ ചെറിയ സ്റ്റോപ്പുകളുണ്ട്. എന്നിരുന്നാലും കറക്റ്റ് ടൈമിന്, ഓൺ ടൈമിന് എന്ത് ചെയ്യുന്നുണ്ട്, ബസ് സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴിക്കോട് നിന്ന് ഇനി ആരെങ്കിലും ബസ്സിൽ യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 ബസ്സാണ് കോഴിക്കോട് മധുരയിലേക്ക് നിലവിലുള്ളത്. ഒന്ന് കേരളത്തിൻ്റെ RTCയും 2 SNSTCയും. തമിഴ്നാടിൻ്റെ 2 ബസ്സും കേരളത്തിൻ്റെ 1 ബസ്സുമാണുള്ളത്. അത് കേരളത്തിൻ്റെ ബസ് സദാസമയം ഫില്ലായിരിക്കും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം തമിഴ്നാടിൻ്റെ 2 ബസ് ഉള്ളതുകൊണ്ട് 2 ബസ്സിനും ഒരു 10 സീറ്റെങ്കിലും റിസർവേഷൻ ഇല്ലാത്തതുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 സീറ്റെങ്കിലും എപ്പോഴും അവൈലബിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റും. അതിന് ചെറിയ എമൗണ്ട്, അതായത് 450 രൂപ നമുക്ക് ഒരാൾക്ക് എമൗണ്ട് വരുന്നുള്ളൂ. കേരളത്തിൻ്റെ ബസ്സിന് 530 രൂപയുടെ എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ്, അതായത് 7 മണിക്കൊരു ബസ്സുണ്ട്, 8 മണിക്കൊരു ബസ്സുണ്ട്. 7 മണിക്കുള്ള ബസ്സിന് നിങ്ങൾ പുറപ്പെടാണെങ്കിൽ നിങ്ങൾ 3:50 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മധുരയിലെത്താൻ പറ്റും. ഈ ബസ്സിന് 8 മണിൻ്റെ ബസ്സിന് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മധുരയിലെത്താൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സമയം ലിമിറ്റ് വരുന്നത്. ഇതിൽ ഏത് സമയമാണ് നിങ്ങൾക്ക് ഉചിതമായതെന്നുണ്ടെങ്കിൽ അതിന് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കോഴിക്കോട് നിന്ന് മധുരയിലേക്ക് ട്രെയിനുള്ളൂ. പക്ഷേ ബസ് എല്ലാ ദിവസവും ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആരും ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പോൾ ആർക്കെങ്കിലും അർജൻറ്റായി പോകണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബസ് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബസ്സിൽ ഏകദേശം എല്ലാവരും കിടന്നിട്ടുണ്ട്. മലപ്പുറം കഴിഞ്ഞിട്ട് ഏകദേശം ലോഡായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരും സെമി സ്ലീപ്പർ ബസ്സായതുകൊണ്ട് ഏകദേശം എല്ലാവരും കിടന്നിട്ടുണ്ട്. അപ്പം നമ്മളും കിടക്കാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വീഡിയോസായിട്ട് നാളെ രാവിലെ കാണാം. രാവിലെ 5 മണിയാകുമ്പോഴത്തേന് തന്നെ മധുര എത്താനായിട്ടോ, മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് എത്താനായി. ഏകദേശം മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലാണ് ഈ ലോങ്ങിൽ നിന്ന് വരുന്ന എല്ലാ ബസ്സും. സ്റ്റാൻഡ് എന്ന് പറയുന്നത് റിസർവേഷൻ കൗണ്ടറൊക്കെ വരുന്നത് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലാണ്. അവിടുന്ന് മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
പെരിയാർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കയറണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ട നല്ല അടിപൊളി ഡ്രൈവറും ക്ലീനറും ആയിട്ട് നമ്മൾ ബസ്സിലുണ്ടായിരുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കാതെ അവർക്ക് എന്ത് ആവശ്യത്തിനും ഏത് സമയത്തും നിർത്തി കൊടുക്കുകയും ചെയ്യും. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന നല്ല ഡ്രൈവറും ക്ലീനറായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ബസ് സ്റ്റാൻഡിലെത്തി, മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ബസ് തിരഞ്ഞ് അപ്പുറത്തെ പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണം. പറഞ്ഞ സമയത്തിനെക്കാട്ടി അരമണിക്കൂർ നേരത്തെ ബസ് സ്റ്റാൻഡിലെത്തിന് കേട്ടോ, മധുരയിലെത്തിയണേ. നമ്മളോട് 6 മണി 6:10 മധുരയെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ മധുരയിലെത്തി. കറക്റ്റ് സമയത്ത് തന്നെ മധുരയിലെത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ അവിടുന്ന് ബസ് എടുക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ നേരത്തെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബസ്സിൻ്റെ സർവീസ് ഇതോടെ കഴിഞ്ഞില്ല കേട്ടോ. ഇനി നമ്മളെ ബസ് ഈ കാണുന്നതാണ് നമ്മൾ വന്ന ബസ്. ഇനി ഈ ബസ് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്രൈവറും ക്ലീനറും തന്നെ നേരെ ഇനി തൃച്ചെന്തൂരിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി അടുത്ത ഒരു ലൊക്കേഷൻ, അടുത്ത ബസ് സ്റ്റാൻഡിൽ തൃച്ചെന്തൂരാണ്. തൃച്ചെന്തൂരിലാണ് ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അപ്പം നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി അവർക്കൊരു ടാറ്റ ബൈ ബൈ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം. ബൈ ബൈ, താങ്ക് യു. ഓക്കെ ബൈ ബൈ, താങ്ക് യു. അത് കഴിഞ്ഞപ്പോൾ നേരെ ഒരു ചായക്കട പോയിട്ട് ഒരു ക്രീം ബണ്ണും ഒരു ചായയും മേടിച്ച് രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പുറത്തുള്ള കടയിൽ നിന്ന് ഒരു ക്രീം ബണ്ണും ഒരു ചായയും കൊടുത്തു. 40 രൂപ ബണ്ണിനും ചായക്കും കൂടി. അത് സാധാരണ ബസ് സ്റ്റാൻഡിലെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ അതും മേടിച്ച് ഞങ്ങൾ നേരെ എന്തത് കഴിച്ച് നേരെ ഇവിടുന്ന് ഏകദേശം ഒരു 15 മിനിറ്റ് ഓട്ടോ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 5:30 ഒരു 15 മിനിറ്റ് കൊണ്ട് ഓടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ ട്രെയിൻ കിട്ടും. അതായത് മധുരയിൽ നിന്ന് രാമേശ്വരം എക്സ്പ്രസ് ഉണ്ട്, രാമേശ്വരം മധുരൈ രാമേശ്വരം പാസഞ്ചർ ഉണ്ട്. ആ പാസഞ്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാമനാഥപുരം ഇറങ്ങാൻ പറ്റും. രാമനാഥപുരം ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ബസ്സിന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏർവാടി എത്താൻ പറ്റും. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെ പോലാണ്? மீனாட்சி டெம்பிளுக்கு பஸ் போகாது, டைரெக்டாக இல்லை. நீங்கள் இறங்கி மறுக்க ஒரு ஆட்டோ பிடிச்சி போகணும், இல்லைனா 1.5 கிலோமீட்டர் 2 கிலோமீட்டர் நடந்து போகிற மாதிரி வரும். அது ஒரு அரேஞ்ச்மெண்ட்டு. ஆனால் பஸ்ஸு மீனாட்சி அம்மா கோயில் போகணும்னு ஏற்றுவாங்க. அப்போ ரயில்வே ஸ்டேஷனுக்கு எங்கே ஸ்டேஷனும் பஸ் போகாது. 1 கிலோமீட்டர் லாங்கில் உங்களை இறக்கி விடும். பெரியார் தான் போகணும். பெரியார்லேருந்து ஒரு மினிமம் சார்ஜ் ஒரு ஆட்டோ 100 ரூபா வாங்கிடுவாங்க ஒரு ஆள் இருந்தால். அதே கூட 6 பேர் இருந்தீங்கன்னா 7 பேர் இருந்தீங்கன்னா 150. யார் எப்படி வாங்க முடியுதோ வாங்கிடுவாங்க. அதனால் டைரெக்டாக ரயில்வே ஜங்ஷன் போகணுன்னா மினிமம் நீங்கள் ஆட்டோ பயணம் பண்ணால் தான் டைரெக்டாக டிக்கெட் கவுண்டரில் இறக்கி விட்ருவாங்க ஆட்டோக்காரவங்க. அது போக மீனாட்சி டெம்பிளுக்கு எப்பயுமே பஜார் நடுவில் டெம்பிள் இருக்கிறனால எப்பயுமே நீங்கள் ஆட்டோவில் போகிறது தான் சேஃப்டி. கரெக்டாக உங்களுக்கு ஸ்டே பண்ணுற இடம், ஹோட்டல், டின்னர் சாப்பிட்ற இடம் எல்லாமே 2 பிளேஸுக்கும் பஸ்ஸு டைரெக்டாக கிடையாது. வரும்போது மாட்டுத்தாவணி வரணும்னா பெரியார்லேருந்து வரும்போது ரயில்வே ஜங்ஷன் ஆகி பஸ் வரும். ஆனால் ഈ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് ടു റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരമുണ്ട്? 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ. എത്ര സമയം എടുക്കും നമുക്ക്? ബസ്സിൽ പോனால் ഹാഫ് ആൻ അവർക്ക് മേലെ ആവും. ഓട്ടോയിൽ എത്ര? ஆட்டோ 10 மினிட்ஸ் 15 மினிட்ஸ். எப்படி க்ரௌடோ ஃபுல்லாக டிராஃபிக் தான். 20 நிமிஷம் தான். ഈ മോർണിംഗിൽ ട്രാഫിക് ഉണ്ടാവോ? இருக்காது. கொஞ்சம் സിഗ്നലും இருக்குல்ல, സിഗ്നലിൽ മതിച്ച് പോകണം. ഓക്കെ താങ്ക് യു. അങ്ങനെ നമ്മൾ രാമനാഥപുരത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടോ, സെക്കൻഡറി ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ടോ. നമ്മൾ ഏകദേശം 25 രൂപയാണ് വരുന്നത്. അതായത് ഒരാൾക്ക് മധുര ജംഗ്ഷനിൽ നിന്ന് രാമനാഥപുരത്തേക്ക് പോകാൻ 25 രൂപ. അത് പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ടാണ് ഈ എമൗണ്ട് വരുന്നത്. ഇത് എക്സ്പ്രസ് ആണെങ്കിൽ ഇതിന് 30 രൂപ കൂടും. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്ലാറ്റ്ഫോം 3ലേക്കാണ് പോകേണ്ടത്. പ്ലാറ്റ്ഫോം 3ലാണ് നമ്മളെ ട്രെയിൻ ഉള്ളത്. 6:50, അതായത് 56,711 മധുരൈ രാമേശ്വരം പാസഞ്ചർ 6:50 പ്ലാറ്റ്ഫോം നമ്പർ 3 എന്ത് ചെയ്യും, വണ്ടി ഉണ്ടാവും. ആ പ്ലാറ്റ്ഫോം നമ്പർ 3 തന്നെ കണ്ടോ, അടിയിൽ മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ്സും കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ പോയോ കേട്ടോ, കണ്ടോ മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3. അതേ രാമേശ്വരം പാസഞ്ചർ പ്ലാറ്റ്ഫോം നമ്പർ 3. നമുക്കിവിടെ പോയി നോക്കട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിന് വരുന്നത്. അതായത് മധുരയിൽ നിന്ന് മധുരൈ രാമേശ്വരം എക്സ്പ്രസ് ഇതാണ് വരുന്നത് കേട്ടോ. മധുരൈ രാമേശ്വരം രാമേശ്വരം എക്സ്പ്രസ് ഇതാണ് വരുന്നത് കേട്ടോ. ഇതിലാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് കറക്റ്റ് 6:50 പുറപ്പെടുന്നാണ് പറഞ്ഞത്. എപ്പോഴോ കറക്റ്റ് സമയം പുറപ്പെടുന്ന ലേറ്റ് ആവുമോ ഇല്ല അറിയില്ല. പിന്നെ ഇതിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നമുക്ക് ഏകദേശം 8:50 ആകുമ്പോഴേക്ക്, അതായത് 2 മണിക്കൂർ ഓട്ടമാണല്ലോ. 8:50 ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, രാമനാഥപുരത്തും. അവിടുത്തെ രാമനാഥപുരത്തിന് നമുക്ക് നേരെ എന്ത് ചെയ്യണം, ബസ്സിന് ഏർവാടിയിലേക്ക് പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ബോർഡിൽ നമ്മൾ കണ്ടല്ലോ, പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യേണ്ടത്, 3rd പ്ലാറ്റ്ഫോമിൽ രാമേശ്വരം
പാസഞ്ചറും ഉണ്ട്, അതേപോലെ തന്നെ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ഉണ്ട്. ഇത് 2 ട്രെയിനും കൂടി എങ്ങനെ ഒരു അതായത് അറ്റ് ടൈം തന്നെ എന്തെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്കതൊന്ന് നോക്കണം. ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് രാമേശ്വരം എക്സ്പ്രസ് ആണ്, അതായത് നമുക്ക് പോകാനുള്ളത് മധുരൈ രാമേശ്വരം എക്സ്പ്രസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ ഇൻ്റർസിറ്റിയും ഈ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ് കേട്ടോ നമ്മൾ പോണ മധുരൈ രാമേശ്വരം പാസഞ്ചറിൻ്റെ ബോർഡ്. ഈ വണ്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്, കണ്ടോ. അങ്ങനെ ഗേസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു കേട്ടോ. ഇതാണ് മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്, കണ്ടോ. മധുരൈ കോയമ്പത്തൂർ കണ്ണൂർ മാംഗ്ലൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് കേട്ടത്. പാസഞ്ചറായിട്ട് ഇൻ്റർസിറ്റി ആയിട്ട് ഓടിക്കുക. ഇവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് പോണത്, അതായത് മധുരയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോണത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്ലാറ്റ്ഫോമിൽ 2 ട്രെയിൻ, അതായത് ഒരു ട്രെയിന് മധുരൈ രാമേശ്വരം എക്സ്പ്രസ്സും മധുരൈ രാമേശ്വരം പാസഞ്ചറും, മറ്റൊരു ട്രെയിന് മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സും. എന്ത് രസമല്ലേ. അതായത് ഞാനത് അന്വേഷിച്ചപ്പോൾ ഇത് ഒറ്റ റെയിലായിട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ബോഗി മുഴുവൻ ഒറ്റൊന്നായിട്ടാണ് കൊണ്ടുവന്നിട്ട് 2 തലക്കലും, അതായത് ലോക്കോ 2 തലക്കലും വെച്ചിട്ട് എന്ത് ചെയ്യണേ, അതായത് രാമേശ്വരം എക്സ്പ്രസ് ആ ഭാഗത്തേക്കും മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ഈ ഭാഗത്തേക്കും പോകുന്ന രീതിയിൽ മാറ്റി തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്ത് ഐഡിയ അല്ലേ. ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 2 സർവീസുകൾ, കണ്ടോ. ഇത് മധുരൈ രാമേശ്വരം കണ്ടോ, ആ കാണുന്നത് നമ്മൾ അതായത് മധുരൈ രാമേശ്വരം, ഇത് മധുരൈ കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയും. 2 ട്രെയിനും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. എന്ത് രസമല്ലേ. നമ്മൾ ട്രെയിനിലേക്ക് കയറാണ് കേട്ടോ. പ്ലാറ്റ്ഫോം 4 വണ്ടി വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. മധുരൈ ചെന്നൈ എഗ്മോറാണ്. ചെയർക്കാറാണ് ഫുള്ള് വരുന്നത്, എല്ലായിടത്തും ചെയർക്കാർ AC വരുന്നുണ്ട്, ചെയർക്കാർ നോർമലും വരുന്നുണ്ട്. അതായത് ഇത് നമ്മളെ ട്രെയിൻ 6:50 പുറപ്പെടുക. ഇത് 6:40, 5 മിനിറ്റ് മുമ്പ് നമ്മളെ ട്രെയിൻ പോകണതിൻ്റെ 5 മിനിറ്റ് നേരത്തെ എന്ത് ചെയ്യും, ഈ ട്രെയിൻ പുറപ്പെടും. മധുരൈ ചെന്നൈ എഗ്മോറിലേക്കുള്ള ട്രെയിനാണിത്. 12:636 മധുരൈ ചെന്നൈ എഗ്മോർ. പിന്നെ അത് ചെന്നൈ എഗ്മോറിൽ നിന്ന് മധുരയിലേക്ക് 12:635 നമ്പറിലാണ് ഇത് എന്ത് ചെയ്യുക, പുറപ്പെടുക. ഇതിൻ്റെ ലോക്കോ ആണ് കേട്ടോ ഈ വരുന്നത്. 40,437 നമ്പർ ലോക്കോ ആണ് കേട്ടോ വരുന്നത്. എൻജിൻ ലോക്കോ ആണ് ഇത്. നമ്മുടെ സാധാരണ നമ്മളതൊക്കെ വരുന്നത് നമ്മളതിലൂടെയൊക്കെ സർവീസ് നടത്തുന്നത് ഇലക്ട്രിക് ആണ്. പക്ഷേ ഇതിന് ലോക്കോ വരുന്നത് ഡീസൽ എൻജിനാണ് വരുന്നത്, ഉണ്ടോ. ഡീസൽ എൻജിൻ്റെ പഴയ ലോക്കോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് രാമേശ്വരം റൂട്ടിൽ ഇലക്ട്രിക് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് വരുന്നത് ഡീസൽ എൻജിനാണ്. അതായത് ഞാൻ നേരത്തെ ഒരു വണ്ടി കണ്ടപ്പോഴും അതും ഡീസൽ എൻജിനാണ്, കണ്ടോ. ആ പഴയ മിടുപ്പുള്ള അടിപൊളി എൻജിനാട്ടോ, കണ്ടോ. ഈ എൻജിനാണ് എന്ത് ചെയ്യുന്നത്, രാമേശ്വരം വരെ സർവീസ് നടത്തുന്നത്. എന്താ ട്രെയിൻ പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് 6:50 തന്നെ ട്രെയിൻ പുറപ്പെട്ടു, കണ്ടോ. കറക്റ്റ് 6:50. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. കറക്റ്റ് 6:49 കടന്ന് 50 ആയപ്പോൾ ഇങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിന് 8:50 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, രാമനാഥപുരം എത്തും. രാമനാഥപുരം എത്തി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രാമനാഥപുരം ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിൽ നമുക്ക് എന്ത് ചെയ്യും, ഏർവാടിയിലേക്കുള്ള ബസ് ഉണ്ടാവും, കിന്നക്കോരയ്ക്കുള്ള ബസ് ഉണ്ടാവും. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏർവാടി ഇറങ്ങാൻ പറ്റും. അത് നമുക്ക് ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട്, ഇന്നലെ ബസ്സിൽ നമുക്ക് സെമി സ്ലീപ്പറാണ്, എന്നാലും ഉറങ്ങാനൊന്നും കൃത്യമായിട്ട് കഴിയില്ല. ട്രെയിനിൽ വരുന്ന ആ ഒരു സുഖമൊന്നും ബസ്സിൽ വരുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നല്ല സൗകര്യമുണ്ട്, കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ആ ബസ്സിൽ നമുക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ക്ഷീണം മുഖത്ത് കാണാൻ കഴിയും. അപ്പം നമ്മളിനി നേരെ ഏർവാടി എത്തിയതിൻ്റെ ശേഷം അവിടെ നിന്ന് ഫ്രഷപ്പിന് റൂം എടുത്ത് കുറച്ചും റെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സിയാറത്തിന് പോകണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പം ഇതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8:50 അവിടെ രാമനാഥപുരം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 1/4-3 മണിക്കൂർ ഓട്ടം ഇവിടേക്ക് വരുന്നത്, എങ്ങോട്ട് നമ്മുടെ ഏർവാടിയിലേക്ക് വരുന്നത്. രാമനാഥപുരം ബസ് കയറി 1/4-3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എത്തും, ഏർവാടി എത്തും. അപ്പോൾ ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഏർവാടി. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത വൃത്തിയൊക്കെയുള്ള ട്രെയിനാട്ടോ ഇത്. രാമേശ്വരം പാസഞ്ചറാണ്. ഞാൻ വിചാരിച്ചു മറ്റേ ലോക്കലായിരിക്കും, വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള യാത്ര ചെയ്യാൻ പറ്റുക. കാരണം നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനൊന്നുമില്ലല്ലോ. അത് 3 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്യാനുള്ളൂ.
അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ട്രെയിൻ തന്നെയാണ് കേട്ടോ. വലിയ തിരക്കുമില്ല, ഒരു കുറച്ച് ആളുകൾ തന്നെ ഉള്ളൂ. ഇനി അപ്പുറത്തെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഓഫീസ് ടൈമിന് അനുയോജ്യമായ ട്രെയിനാണല്ലോ. ഇവിടുന്ന് 6:50 എടുത്താൽ കറക്റ്റ് 10 മണിക്ക് എന്ത് ചെയ്യണേ രാമേശ്വരം എത്തുന്നത്. അപ്പോൾ രാമേശ്വരമൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് സുഖമാണ്. ഈ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഓഫീസ് ടൈം കറക്റ്റ് എന്ത് ചെയ്യും, രാമേശ്വരം അവർക്ക് ജോലിക്ക് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ മാനാമധുരൈ ജംഗ്ഷനിലെത്തിട്ടോ. ഇനി ഇവിടെ നമുക്ക് നാലാമത്തെ സ്റ്റേഷൻ വരുന്ന രാമനാഥപുരമാണ് കേട്ടോ. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷനാണ് 4ാമത്തെ സ്റ്റേഷൻ. നമ്മൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ, അതായത് മധുരൈ ജംഗ്ഷൻ വിട്ട് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനിലും ഓരോ മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ. കറക്റ്റ് ഓരോ, അതായത് 56-നെത്തി 57-ന് ട്രെയിൻ എടുക്കും. 60 സെക്കൻഡ് മാത്രമേ അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ മാത്രം 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതായത് നമ്മുടെ മധുരൈ ജംഗ്ഷനിൽ നിന്ന് മാനാമധുരയിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളത്, രാമനാഥപുരത്തിൻ്റെ ഇടയിൽ മാനാമധുരൈ സ്റ്റേഷനിൽ മാത്രമാണ് 5 മിനിറ്റ് സ്റ്റോപ്പുള്ളത്. ബാക്കി എല്ലാ സ്റ്റേഷനിലും ഓരോ മിനിറ്റ് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഈ യാത്ര വരുന്നവർ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ട്രെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 6:50-നാണ് ഈ ട്രെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും 6:30 ആകുമ്പോഴേക്ക് എന്തായാലും മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം കേട്ടോ. കാരണം 6:50 കൃത്യം ഈ ട്രെയിന് മധുരയിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ നമ്മളെന്തെങ്കിലും കാരണവശാൽ ബസ്സോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പോൾ നല്ല ശ്രദ്ധിക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ 2 മണിക്കൂറിന് ശേഷം ഇതാ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. ഇവിടെ നിന്നാണ് ഏർവാടിയിലേക്കുള്ള കണക്റ്റഡ് ബസ് വരുന്നത്. അപ്പം ഈ റെയിൽവേ സ്റ്റേഷനാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അങ്ങനെ 9:10 സമയം 9:10 ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിട്ടോ. ഏകദേശം 20 മിനിറ്റോളം ഡിലേ ആണ്. 8:50-ന് എത്തുന്ന ട്രെയിൻ 9:10-നാണ് എത്തുന്നത്. അവിടെ അതിൻ്റെ ഒന്ന് പിടിച്ചിട്ടു കഴിഞ്ഞാൽ ആ ഒരു ഡിലേ വന്നു. 9:10 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഏർവാടിയിലേക്കുള്ള ബസ് നോക്കണം. അവിടെ നിന്ന് പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യും, ബസ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ മധുര വരെ ബസ്സിൽ വന്നു. മധുരയിൽ നിന്ന് രാമേശ്വരം പാസഞ്ചറിൽ പോകുന്നു. രാമനാഥപുരം ഇറങ്ങി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഏർവാടിയിലേക്കുള്ള ബസ് തിരഞ്ഞ് പോകണം. അവിടുന്ന് ബസ്സിന് കയറി കഴിഞ്ഞാൽ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഏർവാടി എത്തും. ഇതാണ് കേട്ടോ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നേരെ ഓപ്പോസിറ്റ് റോഡ്, മെയിൻ റോഡ് കടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് വേണം. ഈ നേരെ നമ്മളെ വീഡിയോയിൽ കാണുന്ന ആ കവാടം ഉണ്ടല്ലോ, ആ കവാടം റെയിൽവേ സ്റ്റേഷൻ്റെ കവാടമാണ്. ആ കവാടത്തിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുന്നത്, രാമനാഥപുരം ബസ് സ്റ്റാൻഡ് വരുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഏർവാടിക്കുള്ള ബസ് ഉണ്ടാവുക. അപ്പം വരുന്നവർ ശ്രദ്ധിക്കാം. നമുക്ക് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടന്ന് മെയിൻ റോഡിലെത്തിക്കഴിഞ്ഞാൽ മെയിൻ റോഡിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മളെ ബസ് സ്റ്റേഷനാണ്. കണ്ടോ, ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം കേട്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിഞ്ഞു വന്നാൽ ഈ കാണുന്നത് രാമനാഥപുരം ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഏർവാടിക്കുള്ള ബസ് ഉണ്ടായിരിക്കുക. ഈ ബസ് സ്റ്റാൻഡിൽ മഞ്ഞ ബസ് നിർത്തിയിട്ട് തൊട്ട് ബാക്കിലുള്ള സ്ഥലത്താണ്, ട്രാക്കിലാണ് എന്ത് ചെയ്യുക, ഏർവാടിക്കുള്ള ബസ്, അത് കിന്നക്കോരയിലേക്കുള്ളൊക്കെ ബസ് അവിടെ പാർക്ക് ചെയ്യുക. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏത് സമയത്തും എന്ത് കിട്ടും, ബസ് കിട്ടും കേട്ടോ. ഏർവാടിയിലേക്കുള്ള ബസ് കിട്ടും. ശ്രദ്ധിക്കുക, ആ ബസ്സിൽ നേരെ അതപ്പം ആ നിർത്തിയിട്ട മഞ്ഞ ബസ് ഉണ്ടല്ലോ, ഈ നിർത്തിയിട്ട മഞ്ഞ ബസ് ഏർവാടിയിലേക്കുള്ള ബസ്സാണ്. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ പോയി ഏർവാടിയിൽ ഇറങ്ങാൻ പറ്റും. ഇത് കിന്നക്കോരയിലേക്കുള്ള ബസ്സാണ്. ഏർവാടി വഴിയാണ് പോവുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ പോയി ഏർവാടി ഇറങ്ങാൻ പറ്റും. നമുക്ക് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ബസ് നോക്കുന്ന സമയത്ത് എക്സ്പ്രസ്സും അതേമാതിരി നോർമൽ ബസ്സും ഉണ്ട്. ഈ എക്സ്പ്രസ്സിൽ മാക്സിമം കയറാൻ ശ്രമിക്കുക. എക്സ്പ്രസ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂറിനുള്ള എന്ത് ചെയ്യും, നമ്മൾ ഏർവാടി എത്തും. മറ്റേത് ഇത് നമുക്ക് എന്ത് ചെയ്യും, 1 മണിക്കൂർ ഏകദേശം എടുക്കും. അത് 30 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇവിടുന്ന് ഏർവാടിയിലേക്ക് ദൂരമുള്ളത്. അപ്പം നോർമൽ ബസ് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. മറ്റേതാവുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏർവാടി എത്തും.
അങ്ങനെ കണ്ടക്ടർ എല്ലാവരോടും കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും ടിക്കറ്റ് എടുത്തു. നമുക്ക് ഏകദേശം ടിക്കറ്റിന് വന്നത് കണ്ടോ 25 രൂപയാണ് രാമനാഥപുരത്ത് നിന്ന് ഏർവാടിക്ക് വരുന്ന എമൗണ്ട് കേട്ടോ. ഈ 25 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 30 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം. അൽഹംദുലില്ലാഹ് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ ദർഗാ ഷരീഫിൻ്റെ അടുത്ത് എത്തി. ആ വീഡിയോയിൽ നേരെ കാണുന്ന കണ്ടോ, നേരെ കാണുന്നതാണ് നമ്മൾ ദർഗാ ഷരീഫ് വരുന്നത്. നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന സ്ഥലത്താണ് ബസ് നിർത്തുക, അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യും, നടന്ന് ദർഗേൻ്റെ അടുത്തേക്ക് പോകണം. ഇതിൻ്റെ അടുത്തൊക്കെ ഹോട്ടലുകളുണ്ട്, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫ്രഷ് ആകാൻ പറ്റും. ഞാൻ ഒരു ഹോട്ടൽ വിളിച്ച് തൽക്കാലം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫ്രഷപ്പ് എടുത്ത് റൂം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ദർഗയിലേക്ക് തിരിച്ചു വരാം കേട്ടോ. നമ്മളെ ഫ്രഷപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി മക്കാമിലേക്ക് പോവാണ് കേട്ടോ. മക്കാമിലേക്ക് പോവാണ്. നമുക്ക് ഫ്രഷപ്പിന് ആകെ ചെറിയൊരു എമൗണ്ട്, അതായത് 200-300 രൂപ കൊടുത്താൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് ഇവിടെ നിന്ന് ഫ്രഷപ്പ് ചെയ്യാൻ പറ്റും. റൂമിൻ്റെ വൃത്തിക്കും റൂമിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചുണ്ടായിരിക്കും. നമ്മൾ നേരെ നമുക്ക് ഫ്രഷപ്പ് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ലഗേജ് വെക്കാൻ പറഞ്ഞു. നിങ്ങൾ പോകുന്ന സമയം ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ലഗേജ് ഇവിടെ തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾ പോകുന്ന സമയത്ത് ലഗേജ് എടുത്ത് പോയാൽ മതി, ലഗേജ് എടുത്ത് മക്കാമിലേക്ക് പോകണമെന്നില്ല എന്ന് പറഞ്ഞപ്പം നമ്മളത് ലഗേജ് അവിടെ തന്നെ വെച്ച് നേരെ മക്കാമിലേക്ക് പോകണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ മക്കാം വരുന്നത്. തൊട്ട് മുമ്പിലൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ അല്ല ഞാൻ പോണത് മെയിൻ ഗേറ്റിലൂടെയാണ് പോണത്. മെയിൻ ഗേറ്റിലൂടെ നേരെ എന്ത് ചെയ്യും, മക്കാമിലേക്ക് പോകുന്ന വഴികൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് 1 ഡേ, അതായത് ഒരു ദിവസത്തെ പ്രോഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നേരെ മക്കാമിലേക്ക് പോകും. റൂം ഒന്ന് വരുന്ന സമയത്ത് റൂം ഈ മക്കാമിൻ്റെ ഈ റൈറ്റ് സൈഡിലാണ്. വരുന്ന സമയത്ത് നമ്മൾ ഇതിലൂടെയാണ് മക്കാമിലേക്ക് പോകട്ടോ. വീട്ടിൽ കാണിച്ചു തരാം. ഇതിലൂടെ നമ്മൾ മക്കാമിലേക്ക് പോകും. ഇതാണ് മക്കാമിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, റൂമിൻ്റെ മുൻഭാഗത്തിന് എന്ത് ചെയ്ത് മക്കാമിലേക്ക് പോകാനുള്ള ഗേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഒന്നും കൂടി വൃത്തിക്ക് കറക്റ്റിൽ കാണാൻ പറ്റുന്നത് മെയിൻ ഗേറ്റിൻ്റെ അതിലൂടെ പോകുന്നതാണ്. ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ഏർവാടി ദർഗാ ഷരീഫിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെരുപ്പ് വെക്കണം. ചെരുപ്പ് അയച്ചിട്ടതിന് ശേഷം ഈ കവാടത്തിൻ്റെ താഴെ ഇവിടെ നമ്മൾ ചെരുപ്പ് കൊടുക്കണം. ചെരുപ്പ് അയച്ചതിന് ശേഷം മാത്രമേ ചെയ്യാനുള്ളൂ മക്കാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ചെരുപ്പ് ഇട്ടിട്ട് മക്കാമിൻ്റെ ഉള്ളിലേക്ക് ദർഗൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ചെരുപ്പ് അയച്ചിട്ടതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ദർഗയ്ക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ യാത്രയുടെ മുഴുവൻ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ ആരെങ്കിലും യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 3 ബസ്സാണ് മധുരയിലേക്കുള്ളത്. 2 തമിഴ്നാടിൻ്റെ ബസ്സും 1 കേരളത്തിൻ്റെ ബസ്സും, അങ്ങനെ 3 ബസ്സാണ് തമിഴ്നാട്ടിലേക്കുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ 7 മണിക്ക് തമിഴ്നാട് ഒരു ബസ്സുണ്ട്. അത് കഴിഞ്ഞ് 8 മണിക്ക് ഒരു ബസ്സുണ്ട്. അത് കഴിഞ്ഞ് 8:30 കേരളത്തിൻ്റെ RTC ഉണ്ട്. ഇങ്ങനെ 3 ബസ്സാണ് സർവീസ് നടത്തുന്നത് ഇങ്ങോട്ടേക്ക് മധുരയ്ക്ക്. മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 3 ബസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മധുരയിൽ എന്ത് ചെയ്യാൻ പറ്റും, മധുരയിൽ നിന്നും രാമനാഥപുരത്തേക്കുള്ള 6:50 ട്രെയിൻ കിട്ടും. കാരണം കേരള RTCക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം മിസ്സാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടുന്ന് ആരെങ്കിലും ഈ വീഡിയോ കണ്ട് യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തമിഴ്നാട് RTCൻ്റെ ബസ് എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടക്ടർക്ക് എപ്പോഴും സീറ്റ് കണ്ടക്ട് പറഞ്ഞത് ഒരു 10 സീറ്റെങ്കിലും എപ്പോഴും കോഴിക്കോട് നിന്നും കാലി ഉണ്ടാവലുണ്ട്. നിങ്ങൾ കോഴിക്കോട് നിന്ന് കയറാൻ ശ്രമിക്കണം. ചിലപ്പോൾ കൊണ്ടോട്ടി അതേപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ ബസ് നിർത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ എത്തുമ്പോഴത്തേക്കും കൊണ്ടോട്ടിൽ നിന്നൊക്കെ ബസ് വേഗം ലോഡാവും. കാരണം ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ നോർമൽ ആളുകളിൽ നിന്ന് കൊണ്ടോട്ടിൽ നിന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കോഴിക്കോട് തന്നെ കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ കോഴിക്കോട് നിങ്ങൾക്ക് തമിഴ്നാട് ബസ് ബുക്ക് ചെയ്യാതെ തന്നെ കിട്ടും. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പോന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 6:50 ഇവിടുന്ന്, അതായത് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ കറക്റ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ എപ്പോഴും രാമനാഥപുരത്ത് നിന്ന് ഏർവാടിയിലേക്ക് ബസ്സുണ്ട്. ആ ഏർവാടിയിലേക്കുള്ള ബസ്സും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏർവാടി ഒന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഇനി ഏർവാടി ഒന്ന് സിയാറത്ത് ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പാമ്പമാല കാണാൻ പോവുകയും ചെയ്യാം. ധനുഷ്കോടിയും പോകാൻ പറ്റും. ധനുഷ്കോടിയും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാൻ പറ്റും. ട്രെയിനിന് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പാലക്കാട് നിന്ന് 5 മണിക്കോ 6 മണിക്കോ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാസഞ്ചർ ഉണ്ട് മധുരയിലേക്ക്. ആ പാസഞ്ചറിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മധുരയിൽ എത്താൻ പറ്റും. മധുരയിൽ നിന്ന് ഉള്ള ട്രെയിൻ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, IRCTCൻ്റെ ആപ്പിൽ ചെക്ക് ചെയ്യണം. അതായത് 6:50 മധുര പാസഞ്ചർ കഴിഞ്ഞാൽ പിന്നെ മധുര രാമേശ്വരം പാസഞ്ചർ കഴിഞ്ഞാൽ പിന്നെ 9 മണിക്ക്, പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക്, അങ്ങനെ 3 സമയങ്ങളിലാണ് രാമനാഥപുരം രാമേശ്വരം എന്തുള്ളത് ട്രെയിൻ ഉള്ളത്.
ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക. കാരണം നമ്മൾ മധുരയിലേക്ക് ഏതെങ്കിലും സമയത്ത് മധുരയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് എന്ത് ചെയ്യില്ല, ട്രെയിൻ കിട്ടിക്കോളന്നുണ്ടാവില്ല. ഇനി അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബസ് മതിയുണ്ടെങ്കിൽ രാമനാഥപുരത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മണിക്കൂർ ഇടവിട്ട് ഏർവാടിയിലേക്ക് നേരിട്ട് ബസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ കേരളത്തിൻ്റെ RTC ബുക്ക് ചെയ്തിട്ട് നേരെ മധുരയിലെത്തി കഴിഞ്ഞാൽ അവിടുന്ന് പ്രശ്നമില്ല, ട്രെയിൻ മിസ്സായാലും കുഴപ്പമില്ല. നമുക്ക് മധുരയിൽ നിന്നും നേരെ എന്തുണ്ട്, ഏർവാടിയിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അത് ചില സമയം എപ്പോഴും രാമനാഥപുരത്ത് നിന്ന് ഏർവാടിയിലേക്ക് ബസ് കിട്ടുന്ന പോലെ എപ്പോഴും ഉണ്ടായിക്കോളണമെന്നില്ല, ചില സമയത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ കാത്തിരുന്ന് കഴിഞ്ഞാൽ ആ ബസ് നമുക്ക് കിട്ടും. ആ ബസ് ഒരു 4 മണിക്കൂറോളം എന്ത് ചെയ്യണം, സഞ്ചരിക്കേണ്ടി വരും. 4 മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ടാവും. 3 മണിക്കൂർ രാമനാഥപുരത്തേക്കും, രാമനാഥപുരത്ത് നിന്ന് ഇങ്ങോട്ട് 3/4 മണിക്കൂർ, 3.5-4 മണിക്കൂറിനിടയിൽ എന്തായാലും സമയം വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഏർവാടി കണ്ട് മനോഹരമായി തിരിച്ച് നാട്ടിലേക്ക് എത്തി. രണ്ടാമത്തെ ദിവസം, അതായത് രണ്ടാമത്തെ ദിവസം രാവിലെ എന്ത് ചെയ്യാൻ പറ്റും, നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റും. ഈ രീതിക്ക് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഈ ഏതൊക്കെ ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തത് നോക്കി, ഏതൊക്കെ ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്ത് നോക്കി, ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഏർവാടി കണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ നിന്നും ഏർവാടിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കുക, മറുപടി തരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബൈ.